ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ഒരു പ്രൊഫൈൽ റൗട്ടാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതൊരു പ്രൊട്ടക്റ്റഡ് റൗട്ടായിട്ട് വേണം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ. സോ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. സോ ആദ്യം നമ്മൾ അതിന് ഒരു പ്രൊഫൈൽ റൗട്ട് ക്രിയേറ്റ് ചെയ്യണം. റൗട്ട് പാത്ത് പ്രൊഫൈൽ, എന്നിട്ട് അതിൻ്റെ എലമെൻറ്റ് നമുക്കൊരു എലമെൻറ്റ് ആഡ് ചെയ്യാം. നമുക്ക് റൗട്ട്സിൽ ചെന്നിട്ട് ന്യൂ ഫയൽ പ്രൊഫൈൽ ഡോട്ട് JS എന്ന് കൊടുക്കാം. ഇവിടെ നമുക്ക് H2 this is a protected route എന്നുള്ളൊരു ടൈറ്റിൽ നമുക്ക് കൊടുക്കാം. ക്ലാസ് നെയിം 3x. ഓക്കെ, ഇനി നമ്മുടെ റൗട്ട് ക്രിയേറ്റ് ചെയ്യുന്നിടത്ത് ഈ പ്രൊഫൈൽ റൗട്ടിൻ്റെ കോമ്പണൻ്റ് ആയിട്ട് നമുക്ക് പ്രൊഫൈൽ കമ്പോണൻറ്റിനെ ആഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ലോക്കൽ ഹോസ്റ്റ് /പ്രൊഫൈൽ എന്ന് വിളിച്ചാൽ നമുക്ക് ആ പ്രൊട്ടക്റ്റഡ് റൗട്ട് നേരിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഹെഡറിൽ ഈ പ്രൊഫൈലിൻ്റെ ലിങ്ക് കൂടെ ഒന്ന് ആഡ് ചെയ്യാം വളരെ പെട്ടെന്ന്. /പ്രൊഫൈൽ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഹോം പേജിലേക്ക് വരുന്നു. വീണ്ടും പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരിട്ട് പ്രൊഫൈൽ പേജ് ഓപ്പൺ ആവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതൊരു ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു യൂസർ എക്സ്പീരിയൻസ് അല്ല. കാരണം ഇതൊരു പ്രൊട്ടക്റ്റഡ് റൗട്ട് ആണെങ്കിൽ നമ്മൾ ഓതൻറ്റിക്കേഷൻ ഒന്നും ഇല്ലാതെ നേരിട്ട് പ്രൊഫൈൽ പേജിലേക്ക് കയറി ആക്സസ് ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പോൾ ഈ പ്രൊഫൈൽ പേജിനെ നമുക്കൊരു ഓതൻറ്റിക്കേഷൻ വാളിൻ്റെ പിറകിലായിട്ട് മാറ്റണം. സോ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇതിലൊരു നമ്മുടെ ആപ്ലിക്കേഷനിലൊരു ഓതൻറ്റിക്കേഷൻ സിസ്റ്റം കൊണ്ടുവരണം. അപ്പോൾ നമ്മളൊരു ഫുൾ ഫ്ലെജ്ഡ് ആയിട്ടുള്ളൊരു ഓതൻറ്റിക്കേഷൻ സിസ്റ്റം ഒന്നും തൽക്കാലം ഇതിനു വേണ്ടി ആവശ്യമില്ല. സോ അതിന് ഞാനൊരു കസ്റ്റം ഹുക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ കാര്യമായിട്ടൊന്നുമില്ല, നമ്മളൊരു ഓതൻറ്റിക്കേഷൻ സ്റ്റേറ്റ് ഇതിനകത്തുനിന്ന് കിട്ടും. അതൊരു ബൂലിയൻ സ്റ്റേറ്റ് ആണ്. ഓതൻറ്റിക്കേഷൻ ഐദർ ട്രൂ ഓൾ ഫാൾസ് എന്നുള്ള ഒരു സ്റ്റേറ്റ് മാത്രമാണ് അതിലുള്ളത്. പിന്നെ 2 മെത്തേഡ്സ് ഉണ്ട്, ലോഗിൻ ആൻഡ് ലോഗ് ഔട്ട്. ഇതിൽ ലോഗിൻ മെത്തേഡ് റൺ ചെയ്യുമ്പോൾ നമ്മുടെ ഓതൻറ്റിക്കേഷൻ സ്റ്റേറ്റ് ട്രൂ ആക്കും, അതായത് ലോഗിൻ സ്റ്റേറ്റ് ആക്കും. ലോഗ് ഔട്ട് എന്ന് പറയുന്ന ആ മെത്തേഡ് റൺ ചെയ്യുമ്പോൾ നമ്മൾ ലോഗ് ഔട്ട് ആകും. പിന്നുള്ളത് ഒരു കോണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഓതൻറ്റിക്കേറ്റഡ് സ്റ്റേറ്റും ഈ 2 മെത്തേഡും നമ്മുടെ ആപ്ലിക്കേഷനിൽ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കോണ്ടെക്സ്റ്റ് പ്രൊവൈഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കൺസ്യൂം ചെയ്യാനായിട്ടുള്ള ഒരു ഫംഗ്ഷൻ. സോ ഞാൻ വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു ഹുക്കാണിത്. ഇത് റിയൽ വേൾഡ് ആപ്ലിക്കേഷനൊന്നും യൂസ് ചെയ്യാൻ കൊള്ളത്തില്ല. ജസ്റ്റ് നമ്മുടെ ആപ്ലിക്കേഷനിൽ ആ ഒരു ഓതൻറ്റിക്കേഷൻ എക്സ്പീരിയൻസ് മിമിക് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് മാത്രം. സോ ഞാൻ ഈ ഹുക്കിനെ നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് കൊണ്ടുവരികയാണ്. ഞാനിവിടെ നമ്മുടെ സോഴ്സ് ഫോൾഡറിനുള്ളിൽ ഒരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഹുക്സ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ. അതിൻ്റെ ഉള്ളിൽ യൂസ് auth.js എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ കസ്റ്റം ഹുക്കിനെ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഓക്കെ, ഇനി നമ്മൾ ഈ ഓതൻറ്റിക്കേഷൻ സ്റ്റേറ്റസിനെ അല്ലെങ്കിൽ നമ്മുടെ ഓതൻറ്റിക്കേഷൻ ഇതിനെ ഈ ഡേറ്റയെ നമ്മുടെ എൻ്റയർ ആപ്ലിക്കേഷനിൽ നമ്മൾ കൊണ്ടുവരണം. സോ ഏത് കോമ്പണൻറ്റിലും നമുക്ക് ഈ ഓതൻറ്റിക്കേഷൻ സ്റ്റേറ്റിനെ നമ്മൾ ആക്സസ് ചെയ്യണമല്ലോ. സോ അതുകൊണ്ട് ഇതിലിപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു കോണ്ടെക്സ്റ്റ് പ്രൊവൈഡർ ഉള്ളതുകൊണ്ട് നമ്മുടെ ആപ്ലിക്കേഷനെ ഈ പ്രൊവൈഡർ ഉപയോഗിച്ച് ഒന്ന് റാപ്പ് ചെയ്യാം. സോ അതിന് ഞാൻ നമ്മുടെ index.jsലേക്ക് ചെന്നിട്ട് അവിടെ ഞാൻ ഈ പ്രൊവൈഡറിനെ വിളിക്കുകയാണ്. ഇമ്പോർട്ട് ഫ്രം ഹുക്സ് യൂസ് auth പ്രൊവൈഡറാണത്. സോ നമ്മുടെ ആപ്ലിക്കേഷനെ ഞാൻ auth പ്രൊവൈഡർ ഉപയോഗിച്ച് റാപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷനിൽ നമ്മുടെ ഓതൻറ്റിക്കേഷൻ ഡീറ്റെയിൽസ് ഏത് കോമ്പണൻറ്റിൽ വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റും.
ഇനി അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു പുതിയ ഒരു കോമ്പണൻറ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ഇവിടെ നമ്മുടെ കോമ്പോണൻറ്റ്സ് ഫയലിനുള്ളിൽ അതിൻ്റെ പേര് പ്രൊട്ടക്റ്റഡ് എന്നാണ്, protected.js. അപ്പോൾ ഈ പ്രൊട്ടക്റ്റഡ് എന്ന് പറയുന്ന ഈ കമ്പോണൻ്റാണ് നമ്മുടെ പ്രൊഫൈൽ കമ്പോണൻറ്റിൻ്റെ ഒരു എന്താ പറയുക ഒരു ഗേറ്റ് കീപ്പറായിട്ട് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പ്രൊഫൈൽ കമ്പോണൻറ്റിനെ ഈ പ്രൊട്ടക്റ്റഡ് കമ്പോണൻറ്റിൻ്റെ ചൈൽഡായിട്ട് മാറ്റും. എന്നിട്ട് ഈ പ്രൊട്ടക്റ്റഡ് കമ്പോണൻറ്റിനുള്ളിൽ ഞാനൊരു ഓതൻറ്റിക്കേഷൻ ചെക്കിങ് നടത്തും. ആ ചെക്കിങ് പാസ്സായാൽ മാത്രം ഞാൻ ഇതിൻ്റെ ചൈൽഡായിട്ടുള്ള പ്രൊഫൈൽ കമ്പോണൻറ്റിനെ ഡിസ്പ്ലേ ചെയ്യും. ഇല്ലെങ്കിൽ ഞാൻ വേറെ എങ്ങോട്ടേലും ആ നമ്മുടെ യൂസറിനെ റീഡയറക്റ്റ് ചെയ്ത് വിടും. സോ അതാണ് ഞാനിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഞാനിപ്പോൾ ആദ്യം ഞാൻ ഈ പ്രൊട്ടക്റ്റഡ് കമ്പോണൻറ്റിനെ ഒന്ന് ബിൽഡപ്പ് ചെയ്യാം. ഞാനിവിടെ RFC എന്ന് കൊടുത്തു. അതിനുശേഷം ഇപ്പോൾ നമ്മളിവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. ഇതിനെ ഇങ്ങനെ തന്നെ വെച്ചിട്ട് നമ്മുടെ app.jsലേക്ക് ചെല്ലുന്നു. എന്നിട്ട് അവിടെ നമുക്ക് ആവശ്യമില്ലാത്ത ചില ഫയൽസൊക്കെ അങ്ങ് റിമൂവ് ചെയ്ത് കളയാം. സ്റ്റോറി ഐഡിയും സ്റ്റോറി ലിസ്റ്റും സ്റ്റോറീസും ഒന്നും ഇനിയിപ്പോൾ ആവശ്യമില്ല, ഒരുപാട് ക്ലട്ടർ ആവുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്? റൗട്ട് പാത്ത് പ്രൊഫൈൽ വിസിറ്റ് ചെയ്താൽ നേരെ പ്രൊഫൈൽ കമ്പോണൻ്റ് ആണ് ഇവിടെ റെൻഡർ ചെയ്യുന്നത്. സോ അതിന് പകരം ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഇതിനെ ഒരു സ്റ്റെപ്പ് താഴോട്ട് ഇറക്കിയതിന് ശേഷം ഈ പ്രൊഫൈൽ കമ്പോണൻറ്റിനെ ഞാൻ പ്രൊട്ടക്റ്റഡ് കമ്പോണൻറ്റ് വെച്ച് റാപ്പ് ചെയ്യാൻ പോവുകയാണ്. കണ്ടോ? ഓക്കെ, നമ്മൾ ഈ പ്രൊഫൈൽ പാത്ത് വരുമ്പോൾ നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നത് പ്രൊട്ടക്റ്റഡ് കമ്പോണൻ്റ് ആണ്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ പ്രൊഫൈൽ കമ്പോണൻറ്റിനെ റാപ്പ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഞാൻ പ്രൊട്ടക്റ്റഡ് ഇതിൽ വന്നിട്ട് നമുക്ക് ചിൽഡ്രനെ കാണിക്കണമെങ്കിൽ ആ ചിൽഡ്രൻ പ്രോപ്സ് ഇവിടെ കൊണ്ടുവരണമല്ലോ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ വിസിറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നേരിട്ട് നമ്മൾ പ്രൊഫൈൽ ആക്സസ് ചെയ്താലും പ്രൊഫൈൽ തന്നെയാണ് കാണുന്നത്. പക്ഷേ ദിസ് ഈസ് വിത്തിൻ ദ പ്രൊട്ടക്റ്റഡ് റൂട്ട്. അത് മനസ്സിലാകണമെങ്കിൽ നമുക്ക് ഈ പ്രൊട്ടക്റ്റഡ് റൗട്ടിൻ്റെ അല്ലെങ്കിൽ പ്രൊട്ടക്റ്റഡ് കമ്പോണൻറ്റിന് ചെറിയൊരു സ്റ്റൈൽ കൊടുത്ത് നോക്കാം. ക്ലാസ് നെയിം ബോർഡർ ബ്ലൂ 600. ഓക്കെ, നമുക്കൊന്ന് ലുക്കപ്പ് ചെയ്യാം. കണ്ടോ, നമ്മൾ കാണുന്ന ഈ പ്രൊഫൈൽ കമ്പോണൻറ്റ് പ്രൊട്ടക്റ്റഡ് കമ്പോണൻറ്റിൻ്റെ ഉള്ളിലാണെന്ന് ഇപ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. കാരണം അത് അതിൻ്റെ ചൈൽഡായിട്ടാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഞാൻ ഈ ക്ലാസ് നെയിം കളയാണ്, നമുക്കതിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് ഈ പ്രൊട്ടക്റ്റഡ് കമ്പോണൻറ്റിനുള്ളിൽ നമുക്കൊരു ഓതൻറ്റിക്കേഷൻ ചെക്ക് നടത്തണം. സോ അതിന് ഞാൻ ചെയ്യുന്നത് ഓൾറെഡി നമ്മൾ ഓതൻറ്റിക്കേഷൻ ഡീറ്റെയിൽസ് വെച്ച് നമ്മൾ ഈ നമ്മുടെ ആപ്ലിക്കേഷനെ റാപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ യൂസ് ഓത്ത് എന്ന് പറയുന്ന ഈ ഹുക്കിനെ നമ്മളിവിടെ കൊണ്ടുവരികയാണ്. ഇമ്പോർട്ട് യൂസ് ഓത്ത് ഫ്രം hooks/use auth. ഈ യൂസ് ഓത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഓത്ത് എന്ന് പറഞ്ഞൊരു വാല്യൂ ആണ്, കോൺസ്റ്റ്. അതാണ് നമ്മുടെ സ്റ്റേറ്റ്, ഓതൻറ്റിക്കേഷൻ സ്റ്റേറ്റ്. അത് ഐദർ ട്രൂ ഓർ ഫോൾസ് ആയിരിക്കും. സോ ഞാൻ കോൺസ്റ്റ് ഓത്ത് യൂസ് ഓത്ത് ഹുക്ക്. ഓക്കെ, ഇനി നമ്മളിവിടെ ഈ ചിൽഡ്രനെ ഇവിടെ അല്ലെങ്കിൽ ഈ പ്രൊട്ടക്റ്റഡ് കമ്പോണൻറ്റിൻ്റെ ചിൽഡ്രനെ ഡയറക്റ്റായിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നതിന് പകരം അല്ലെങ്കിൽ റെൻഡർ ചെയ്യുന്നതിന് പകരം ഈ ഓത്ത് സ്റ്റേറ്റിൻ്റെ വാല്യൂ അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്തതിന് ശേഷം ചിൽഡ്രനെ ഡിസ്പ്ലേ ചെയ്യണോ വേണ്ടയോ എന്ന് നമ്മൾ തീരുമാനിക്കും. സോ അതിന് നമുക്കിവിടെ ഒരു ടെർണറി ഓപ്പറേഷൻ റൺ ചെയ്യാം. ഞാനിവിടെ ഓത്തിൻ്റെ വാല്യൂ ആണ് ചെക്ക് ചെയ്യുന്നത്. ഇത് ഇറ്റ് ഷുഡ് ബി ഐദർ ട്രൂ ഓർ ഫോൾസ് അല്ലേ? ഓദർ ട്രൂ ആണെങ്കിൽ നമ്മളിവിടെ ചിൽഡ്രൻ റെൻഡർ ചെയ്യും. ഇനി അത് ഫോൾസ് ആണെങ്കിൽ നമ്മൾ അവിടെ ഒരു കസ്റ്റം മെസ്സേജ് കാണിക്കുകയാണ്, നോട്ട് ലോഗ്ഡ് ഇൻ എന്നൊരു മെസ്സേജ് കാണിക്കുന്നു. ഇപ്പോൾ ബൈ ഡീഫോൾട്ടായിട്ട് നമ്മുടെ ഓതൻറ്റിക്കേഷൻ സ്റ്റേറ്റ് ഫോൾസ് ആണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ലോഗ്ഡ് ഇൻ അല്ല. അപ്പോൾ നമ്മുടെ പ്രൊട്ടക്റ്റഡ് കമ്പോണൻറ്റിൻ്റെ ചൈൽഡായിട്ടുള്ള പ്രൊഫൈൽ കമ്പോണൻറ്റ് ഇപ്പോൾ ഈ ഒരു സ്റ്റേറ്റിൽ
നമ്മൾ ആക്സസ് ചെയ്താൽ കിട്ടത്തില്ല. അതിന് പകരം നമുക്കിവിടെ ഈ നോട്ട് ലോഗ്ഡ് എന്നുള്ള മെസ്സേജ് ആയിരിക്കും നമ്മൾ പ്രൊഫൈൽ കമ്പോണൻറ്റ് ആക്സസ് ചെയ്യാൽ കാണാൻ പറ്റുക. സോ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. കണ്ടോ, ഇപ്പോൾ നമ്മൾ പ്രൊഫൈൽ ആക്സസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഈ നോട്ട് ലോഗ്ഡ് ഇൻ എന്ന് പറയുന്ന ഒരു മെസ്സേജാണ്. സോ നമ്മൾ നമ്മുടെ പ്രൊഫൈൽ കമ്പോണൻറ്റിനെ ഇപ്പോൾ ഒരു പ്രൊട്ടക്റ്റഡ് ഒരു 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 ഓതൻറ്റിക്കേഷൻ വാളിൻ്റെ ബിഹൈൻഡിൽ ആക്കി കഴിഞ്ഞു. ഇനി നമുക്കിതിനെ ആക്സസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ഓതൻറ്റിക്കേഷൻ സ്റ്റേറ്റ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം അല്ലേ? അപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്ത് നമ്മൾ ഈ പ്രൊഫൈൽ പേജിലേക്ക് പോകണം. അപ്പോൾ അതിന് നമുക്കൊരു ലോഗിൻ ഒരു റൗട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതെങ്ങനെയാണ് ആ ഒരു സ്റ്റേറ്റ് അപ്ഡേറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ അതിനാദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ app.jsൽ വന്നിട്ട് പുതിയൊരു റൗട്ട് ക്രിയേറ്റ് ചെയ്യുകയാണ്. റൗട്ട് പാത്ത് ലോഗിൻ, അതിൻ്റെ എലമെൻറ്റ് നമ്മൾ അത് ക്രിയേറ്റ് ചെയ്തിട്ടില്ല, നമുക്കത് ക്രിയേറ്റ് ചെയ്യാം. റൗട്ടിൽ പുതിയൊരു റൗട്ട്, അതിൻ്റെ പേര് ലോഗിനാണ്, login.js. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ലോഗിൻ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഈ യൂസ് ഓത്ത് എന്ന് പറയുന്ന ഹുക്കിൽ നമുക്ക് ലോഗിൻ ഫംഗ്ഷൻ അവൈലബിൾ ആയിട്ടുണ്ടല്ലോ അല്ലേ? സോ നമുക്ക് അത് ഇവിടെ കൊണ്ടുവരാം. സോ ഞാൻ ഇമ്പോർട്ട് യൂസ് ഓത്ത് ഫ്രം ഹുക്സ് യൂസ് ഓത്ത് കോൺസ്റ്റ് ലോഗിൻ ഫംഗ്ഷൻ. ലോഗിൻ എവിടെ നിന്നാണ് അത് കിട്ടുന്നത്? യൂസ് ഓത്ത് ഹുക്കിൽ നിന്നാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ലോഗിൻ പേജിൻ്റെ ഒരു ചെറിയൊരു സെറ്റപ്പ് ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. ദിസ് ഈസ് ലോഗിൻ പേജ്. ഒരു h2 ടാഗിനകത്ത് ആഡ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ലോഗിൻ സ്റ്റേറ്റ് റണ്ണ് ചെയ്യാനായിട്ട് നമുക്കൊരു ബട്ടൺ ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. ശേഷം നമുക്കിവിടെ ലോഗിൻ പറഞ്ഞ് കൊടുക്കാം. ഈ ലോഗിനിൽ ഓൺ ക്ലിക്ക് നമ്മളൊരു കസ്റ്റം ഫങ്ഷൻ റൺ ചെയ്യണം. സോ നമ്മളതിന് ഹാൻഡിൽ ലോഗിൻ എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ റൺ ചെയ്യാം. സോ ഇനി നമുക്ക് ഈ ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. കോൺസ്റ്റ് ഹാൻഡിൽ ലോഗിൻ. ഓക്കെ, അപ്പോൾ ഈ ഹാൻഡിൽ ലോഗിൻ, അപ്പോൾ നമ്മുടെ ഈ ലോഗിൻ പറയുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഹാൻഡിൽ ലോഗിൻ ഫംഗ്ഷൻ റൺ ആവും. ഈ ഹാൻഡിൽ ലോഗിൻ എന്താ ചെയ്യുന്നത്? ഇതിലുള്ള നമ്മൾ ഓൾറെഡി എടുത്തിട്ടുള്ള ഈ ലോഗിൻ ഫംഗ്ഷനെ റൺ ചെയ്യും. സോ നമുക്ക് ഈ ബട്ടണെ ഒന്ന് സ്റ്റൈൽ ചെയ്യാം. ക്ലാസ് നെയിം bg till 500, text white, rounded, x3 py2. ഓക്കെ, ഇനി നമുക്ക് ഈ ലോഗിൻ റൗട്ട് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം. എന്തോ ഒരു എറർ സംഭവിച്ചിട്ടുണ്ടല്ലോ. ലോഗിൻ, നമ്മൾ ലോഗിൻ റൗട്ടിൽ നമ്മൾ ഈ കമ്പോണൻറ്റിനെ കൊടുത്തിട്ടില്ല. സോ നമ്മൾ app.jsലേക്ക് വന്നിട്ട് ലോഗിൻ റൗട്ടിൽ നമ്മൾ ലോഗിൻ കമ്പോണൻറ്റിനെ കൊടുക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ലോഗിൻ റൗട്ട് ഒന്ന് വിസിറ്റ് ചെയ്യാം. പ്രൊഫൈൽ റൗട്ടിന് പകരം നമ്മൾ ലോഗിൻ റൗട്ടിലേക്ക് പോകും. ഓക്കെ, സോ ദിസ് ഈസ് ദ ലോഗിൻ പേജ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ലോഗിൻ ബട്ടൺ ഉണ്ട്. സോ നമ്മളിപ്പോൾ ഈ ലോഗിൻ ബട്ടണിൽ പ്രസ് ചെയ്താൽ നമ്മുടെ ലോഗിൻ സ്റ്റേറ്റ് മാറും. പക്ഷേ നമ്മൾ ലോഗിൻ സ്റ്റേറ്റ് മാത്രം മാറിയാൽ പോരാ, അതിനുശേഷം നമ്മൾ നമ്മുടെ പ്രൊഫൈൽ പേജിലേക്ക് പോവുകയും വേണം. അപ്പോൾ നമ്മൾ അവിടെ ഒരു നാവിഗേഷൻ പ്രോസസ്സ് കൂടെ നടക്കണം അല്ലേ? അപ്പോൾ അത് നമ്മൾ ഓൾറെഡി കണ്ടു. അതിനൊരു ഹുക്ക് നമ്മൾ യൂസ് ചെയ്തായിരുന്നു, യൂസ് നാവിഗേറ്റ് എന്ന് പറഞ്ഞൊരു ഹുക്ക്. അപ്പോൾ അത് നമുക്കിവിടെ വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും. സോ ഞാൻ നമ്മുടെ ലോഗിൻ കമ്പോണൻറ്റിലേക്ക് വന്നിട്ട് നമ്മുടെ യൂസ് നാവിഗേറ്റ് ഹുക്ക് ഇമ്പോർട്ട് ചെയ്യുകയാണ്. import from React Router DOM use navigate.
സോ ഈ ലോഗിൻ എന്ന് പറയുന്നത് ഒരു പ്രോമിസ് ആണ് നമ്മുടെ ഈ ഹുക്കിൽ റിട്ടേൺ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിനെ ചെയിനബിൾ ആയതുകൊണ്ട് നമുക്ക് ഈ ലോഗിൻ ഫംഗ്ഷൻ റൺ ആയതിനു ശേഷം ഡോട്ട് ദെൻ നമുക്ക് ഈ നാവിഗേറ്റ് ഫംഗ്ഷൻ റൺ ചെയ്യാം. നാവിഗേറ്റ് ഫംഗ്ഷൻ ഞാൻ എടുത്തില്ലായിരുന്നു. ഓക്കെ, കോൺസ്റ്റ് നാവിഗേറ്റ് യൂസ് നാവിഗേറ്റ്. ഓക്കെ, ഇനി നമുക്ക് ഈ നാവിഗേറ്റ് ഫംഗ്ഷൻ ഇവിടെ റൺ ചെയ്യാം. ഈ നാവിഗേറ്റ് ഫംഗ്ഷനിൽ നമ്മൾ ഒരു അതിൻ്റെ പാരാമീറ്ററായിട്ട് കൊടുക്കുന്നത് പാത്താണ് അല്ലേ, ഏത് റൗട്ടിലേക്കാണ് പോകേണ്ടതെന്നുള്ളത്. സോ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പോകേണ്ടത് പ്രൊഫൈൽ എന്ന് പറയുന്ന റൗട്ടിലേക്കാണ്. സോ നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്യുകയാണ്. ഇനി നമ്മൾ നമ്മുടെ ലോഗിൻ പേജിലേക്ക് വന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ലോഗിൻ സ്റ്റേറ്റ് അപ്ഡേറ്റ് ആവും. അതിനോടൊപ്പം നമ്മൾ പ്രൊഫൈൽ പേജിലേക്ക് നാവിഗേറ്റ് ചെയ്ത് പോവുകയും ചെയ്യും. സോ നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഈ ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. സോ നമ്മൾ പ്രൊട്ടക്റ്റഡ് റൗട്ടായിട്ടുള്ള നമ്മുടെ പ്രൊഫൈൽ പേജിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കംപ്ലീറ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനിൽ നമ്മുടെ പ്രൊഫൈൽ പേജിൽ നമുക്കൊരു ഒരു ലോഗ് ഔട്ട് ബട്ടണും കൂടി ഉണ്ടായിരുന്നു അല്ലേ. സോ നമുക്ക് അതും കൂടെ ഇതിലേക്കൊന്ന് ബിൽഡ് ചെയ്യാം. സോ നമ്മൾ നേരെ നമ്മുടെ പ്രൊഫൈൽ പേജിലേക്ക് പോവാം. പ്രൊഫൈൽ പേജിൽ ഞാൻ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ ഉള്ളിൽ ടെക്സ്റ്റായിട്ട് നമുക്ക് ലോഗ് ഔട്ട് എന്ന് കൊടുക്കാം. ഈ ബട്ടണെ ഒന്ന് സ്റ്റൈൽ ചെയ്യുകയാണ്. ലാസ്റ്റ് നെയിം BG Red 500 text white rounded px3 py2. ഓക്കെ, ഇനി ഈ ബട്ടണിൽ നമ്മളൊരു ഓൺ ക്ലിക്ക് ഇവൻറ്റിൽ നമ്മളൊരു ഫങ്ഷൻ റൺ ചെയ്യണം. സോ ഞാൻ ഓൺ ക്ലിക്ക് ഹാൻഡിൽ ലോഗ് ഔട്ട് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ് നമ്മൾ റൺ ചെയ്യുന്നത്. ഇനി നമുക്ക് ആ ഫംഗ്ഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. കോൺസ്റ്റ് ഹാൻഡിൽ ലോഗ് ഔട്ട്. ഓക്കെ, ഈ ഹാൻഡിൽ ലോഗ് ഔട്ട് ഫംഗ്ഷൻ എന്താണ് ചെയ്യേണ്ടത്? ലോഗ് ഔട്ട് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആ ലോഗ് ഔട്ട് ഫംഗ്ഷൻ ഇവിടെ കൊണ്ടുവരണമെങ്കിൽ നമ്മുടെ ആ ഹുക്ക് ഇവിടെ കൊണ്ടുവരണം. സോ ഇമ്പോർട്ട് use auth from hooks/useauth const logout function useauth. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഹാൻഡിൽ ലോഗൗട്ട് ഫംഗ്ഷൻ റൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ലോഗൗട്ട് മെത്തേഡ് റൺ ചെയ്യുന്നു. അതിനുശേഷം ലോഗൗട്ട് ചെയ്തിട്ട് നമ്മൾ അവിടെ തന്നെ ഇരിക്കാൻ പറ്റത്തില്ലോ. പ്രൊഫൈൽ പേജിൽ ലോഗൗട്ട് ചെയ്താൽ നമ്മൾ അവിടുന്ന് പുറത്ത് കിടക്കണം. സോ അവിടുന്ന് നമ്മൾ പുറത്ത് എവിടേക്കാണ് വരുന്നത്? ദെൻ നമ്മൾ നാവിഗേറ്റ് ചെയ്ത് ഹോം പേജിലേക്ക് വരണം. അപ്പോൾ നമ്മൾ നാവിഗേറ്റ് ചെയ്യാനുള്ള ആ ഹുക്ക് കൂടെ ഇമ്പോർട്ട് ചെയ്യുകയാണ്. ഇമ്പോർട്ട് യൂസ് നാവിഗേറ്റ് ഫ്രം റിയാക്ട് റൗട്ടർ ഡോം. അതിൻ്റെ പേര് കോൺസ്റ്റ് നാവിഗേറ്റ് യൂസ് നാവിഗേറ്റ്. ഓക്കെ, സോ ലോഗ് ഔട്ട് ചെയ്തതിന് ശേഷം ദെൻ വി നാവിഗേറ്റ് ടു വെയർ ടു ദ ഹോം പേജ്. നമ്മുടെ പ്രൊഫൈൽ പേജിൽ ഒരു ലോഗ് ഔട്ട് ബട്ടൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് വർക്കിംഗ് ആണോ നോക്കാം. ഇപ്പോൾ നമ്മൾ പ്രൊഫൈൽ പേജിൽ ലോഗിൻ അല്ല. ഓക്കെ, നമ്മളൊരു കാര്യം വിട്ടുപോയി. നമ്മൾ പ്രൊഫൈൽ പേജിൽ ലോഗിൻ അല്ലെങ്കിൽ നമ്മൾ ലോഗിൻ പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യണം. അക്കാര്യം നമ്മൾ ചെയ്തിട്ടില്ല. അതിന് പകരം നമ്മൾ ജസ്റ്റ് ഒരു മെസ്സേജ് മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ. ഓക്കെ, അത് വിട്ടുപോയി. നമ്മൾ അത് പ്രൊട്ടക്റ്റഡ് റൗട്ടിലാണ് അത് സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ നമ്മൾ അതിന് ഇപ്പോൾ നമ്മൾ ഒരു മെസ്സേജാണ് കാണിക്കുന്നത്. അതിന് പകരം നമ്മളൊരു കോമ്പണൻറ്റ് ഇമ്പോർട്ട് ചെയ്യുകയാണ് റിയാക്ട് റൗട്ടർ ഡോമിൽ നിന്നും. അതിൻ്റെ പേര് നാവിഗേറ്റ് എന്ന് പറയുന്നൊരു കോമ്പണൻ്റ് ആണ്. സോ യൂസ് നാവിഗേഷൻ എന്ന് പറഞ്ഞൊരു ഹുക്ക് നമ്മൾ യൂസ് ചെയ്ത് പ്രോഗ്രമാറ്റിക്കലി നാവിഗേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സിമിലർ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ഈ നാവിഗേറ്റ് കോമ്പോണൻറ്റും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നമുക്കത് ചെയ്ത് നോക്കാം. ഇമ്പോർട്ട് നാവിഗേറ്റ് ഫ്രം റിയാക്ട് റൗട്ടർ ഡോം. സോ നമ്മളിപ്പോൾ ഓതൻറ്റിക്കേഷൻ സക്സസ്ഫുൾ ആണെങ്കിൽ നമ്മൾ ഈ പ്രൊട്ടക്റ്റഡ് കമ്പോണൻറ്റിൻ്റെ ചിൽഡ്രൻ ആയിട്ടുള്ള
കമ്പോണൻറ്റിനെ റെൻഡർ ചെയ്യുന്നു. ഇനി അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് നാവിഗേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. നാവിഗേറ്റ് അതിൻ്റെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നത് ടു വേർ എന്നുള്ളതാണ്. ടു നമ്മൾ പോകുന്നത് ടു ലോഗിനാണ് അല്ലേ. ഇനി നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ പ്രൊഫൈൽ പേജ് ആക്സസ് ചെയ്താൽ നമ്മൾ നേരെ ലോഗിൻ കമ്പോണൻറ്റിലേക്കാണ് വന്നിരിക്കുന്നത്. സോ നമ്മൾ ഇനിയിപ്പോൾ ഡയറക്റ്റായിട്ട് പ്രൊഫൈൽ പേജ് ആക്സസ് ചെയ്യാനൊക്കത്തില്ല. നമ്മൾ ലോഗിൻ ചെയ്യണം. ലോഗിൻ ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ പ്രൊഫൈൽ പേജിലേക്ക് ചെല്ലുന്നു. സോ നമുക്ക് പ്രൊഫൈൽ പേജിലെ കണ്ടൻറ്റ് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇനി നമ്മളിവിടെ പ്രൊഫൈൽ പേജിലുള്ള ഈ ലോഗ് ഔട്ട് ബട്ടണിൽ പ്രസ് ചെയ്താൽ നമ്മൾ നമ്മുടെ ഓതൻറ്റിക്കേറ്റഡ് സ്റ്റേറ്റ് നഷ്ടപ്പെടുകയും നമ്മൾ നേരെ ഹോം പേജിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ വീണ്ടും പോയി പ്രൊഫൈൽ ആക്സസ് ചെയ്യാൻ നോക്കിയാൽ കിട്ടത്തില്ല, കാരണം നമ്മുടെ സ്റ്റേറ്റ് നഷ്ടപ്പെട്ടു.